ഞാൻ വന്നപ്പോഴേക്ക് തന്നെ ഒരുപാട് ലേറ്റായി. ഇനി നമ്മളെ പരിപാടിയിലേക്കൊക്കെ കടന്ന് ഞാൻ ഇനി നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. കളിക്കൂട്ടുകാരനെ ചുമന്നിരിക്കുന്നുണ്ട്. വില്യംസ് ആണ് വാങ്ങിച്ചത്. വില്യംസിന്റെ 3 ബോൾ. ഇതെനിക്ക് അറിയുന്നുണ്ട്, ഞാൻ മാറ്റി വെച്ച സാധനം അങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് നമുക്ക് നാഗു വായി കൊടുക്കാം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം. ഈ ബക്രീദിൻ്റെ ലീവ് നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അല്ലേണ. സോ ബൈ ദ ബൈ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൊടുക്കുക. അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ എൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇന്നലെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ലേറ്റായി. സോ ബൈ ദ ബൈ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. നല്ല സുഖമുള്ള ചൂടുണ്ട്. ഇന്നത്തെ പരിപാടി ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ശങ്കറിനും ഞാനും കൂടിയാണ് പോണേ. ഡെങ്കിപ്പനിയാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വരും. പുഴുത്ത ചൂടുമുണ്ട് ഗൈസ്. അപ്പോൾ ചൂട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരെ പോയിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം ആൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിയത് എന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ്. സംഭവം പുള്ളി കുറേ ദിവസം കൊണ്ട് വയ്യ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മളത് കെയർ ചെയ്തില്ല. പക്ഷെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുള്ളി കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ ആളെ അഡ്മിറ്റ് ചെയ്ത്. രാവിലെ ഞാൻ ഇന്ന് ഒരു പരിപാടിയും നടന്നില്ല. രാവിലത്തെ ഓട്ടോ പരിപാടി ഒന്നും നടന്നില്ല. ഇന്നലെ ഒരുപാട് ലേറ്റായി വന്നപ്പോൾ തന്നെ രാവിലെ ഇറങ്ങി വീണ്ടും ഹോസ്പിറ്റലിലെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നു. എന്തൊക്കെയാ ക്യാ ലിയേഗാ? പപ്പായ, അനാർ, കിവി. പപ്പായ, അനാർ, കിവി ഇതെടുക്കണം നമുക്ക്. നമ്മളങ്ങനെ നേരി വന്നത് കിവി എടുക്കുകയാണ്. 10 റംസ് 11 റംസ് അല്ലേ അണ്ണാ? അവക്കാടോ എടുക്കണമൊക്കെ പച്ച. കിവി ഡെങ്കിപ്പനിക്ക് നല്ലതാണെന്നാണ് ശങ്കരണ്ണൻ പറഞ്ഞല്ലേണ? നല്ലതാ ഡെങ്കിപ്പനിക്ക്. പപ്പായ നല്ലതാ? എനിക്ക് ഇതിനെ പറ്റി ഒരു അറിവില്ല. നമ്മൾ പപ്പായ എടുത്ത് പപ്പായ അച്ചായി പോലേ പക്ഷെ ഭയങ്കര വില. നാട്ടിൽ പപ്പായൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഇവിടെ നോക്കി 8.99 അല്ലേ അണ്ണാ? 8.99 തരം 9 തറംസ്. നാട്ടിൽ ആർക്കും വേണ്ടാത്ത സാധനമാണ്. ഡിമാൻഡ് ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ ബൈ ദ ബൈ വെള്ളം എടുത്തു. കിവി എടുത്തത് എത്ര? 4.89, 14.29. സോ ഭയങ്കര പൈസ. ഇത് 10.38. പിന്നെ ഒരു കേസ് വെള്ളം എടുത്തിട്ടുണ്ടല്ലേ ശങ്കരണ്ണ? പാനിയിലേലി നമ്മൾ. സോ ഗൈസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് 34 ദറംസായി ഇപ്പോൾ സാധനം വാങ്ങിച്ചത്. വെള്ളം എടുത്ത് ഞാൻ അവിടെ നമ്മുടെ കമ്പനിയിൽ വെള്ളമില്ല അല്ല ശങ്കരണ്ണ? പനി ബീരായി കലായക. അങ്ങനെ ഇപ്പം ആൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചതേ. പാവ ഒരു മനുഷ്യനാ. ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ശങ്കറിനും അങ്ങനെ തന്നെ. ഇവർ അനിയനും ചേട്ടനും കിടക്കണം. ശങ്കറിനും നാഗുബായി. സോ ബ്രദേഴ്സ് നല്ല ആൾക്കാരാ. ഒരു ഇന്നസെൻറ്റ് പീപ്പിൾസ്. സോ ബൈ ദ ബൈ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. ലെറ്റ്സ് ഗോ ഗൈസ്. ना अभी ठीक है, अभी ओके सही है. सोया बराबर? किधर सोया? रात पूरा घुमाया. किधर? बाहर एक्सरे के लिए. मल्टी लग रहा है. अभी चेक किया? क्या वो ये एक्सरे दिया. हाँ. फिर ये क्या करते हैं हाथ के लिए
नहीं वो डेंगू है। वो डेंगू है लगता है, वो कुछ नहीं बताया मेरे को। फिर अभी सुबह आके सुबह लेके गया। और दूसरा उधर आगे आदमी है। वो जाने के बाद आया। हाँ बहुत आदमी खाली नहीं है, हॉस्पिटल फुल है। हैं पूरा आदमी डेंगू है बोलते डेंगू का सीजन है अभी। हैं। ये मच्छर बहुत हो मच्छर अभी ये आपका सुबह का मिल्क है, दही दे दिया, फ्रेश मिल्क लो फैट। Oh, no water added, additional milk powder added, only the natural. രാവിലെ അവർ കുടിക്കാൻ കൊടുത്ത പാലാണ്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കിവി പുള്ളിക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ നമുക്ക് നാഗുവായി കൊടുക്കാം. അപ്പുറത്ത് കിടക്കണവന് ആരും വന്നില്ല നോക്കാൻ. വെരി ബാഡ്. खुशी हो गया ये खाएगा तो जल्दी बीमार करती आएगा ये. ഒരുപാട് നേരം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നില്ല. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. അതാകുമ്പോൾ പിന്നെന്തോ അസുഖം വന്നു കഴിഞ്ഞാൽ ടാസ്ക് ആണ് ഇവിടെ. നാട്ടിൽ വീട്ടുകാരും ആരുമില്ല. പിന്നെ സ്വാഭാവികം നമ്മളൊറ്റയ്ക്കാണ് ഈ ലോകത്തേക്ക് വന്നെന്ന് കരുതിയാൽ മതി. നമ്മളാരും നോക്കാനൊന്നുമില്ല, നമ്മൾ തന്നെ നമ്മളെ നോക്കണമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ റിലാക്സ് ആവും. ഇവിടെ നിന്നൊരു ഞാനൊരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച്, ശങ്കരനെ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ വാങ്ങിച്ച്, പിന്നെ ഇവിടെ വന്നൊരു മട്ടൻ ബിരിയാണി ശങ്കരന് ഓർഡർ ചെയ്ത് കേട്ടോ. ഇവിടെ നല്ല ബിരിയാണി ഇത്. അങ്ങനെ ഇവിടെ വന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് ഇത് കുടിച്ചു. കൂടത്തെ ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു ഐസ്ക്രീമും കുടിച്ച് കൊള്ളാം. അടിപൊളി കൊള്ളാം കേട്ടോ. നല്ല സാധനം. ഒരു മട്ടൻ ബിരിയാണി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ശങ്കറിനെ ഇതും കൊണ്ടുപോയി സാപ്പിടും. അങ്ങനെ ഞാൻ വന്ന് നേരെ ഇതാ ഇരിക്കുന്ന എനകേച്ചിയെ കൂട്ടി മന്തി കഴിക്കാൻ പോവാം എന്നാണ് പറയുന്നത്. യമനികളുടെ മന്തി. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം നമുക്ക്, അല്ലേ? കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തോ ഒന്നും കൂടി മുടിയൊക്കെ സെറ്റാക്കി തോന്നുന്നുണ്ട്. നാട്ടിൽ പോയി അതൊന്നും പറയരുതേ. ഞാൻ ആദ്യമേ ഇങ്ങനെ സ്റ്റൈലിഷ് ആണെന്ന് ആൾക്കാർ ശാളമേരിയുടെ സ്വഭാവവും ഞാൻ സ്റ്റൈലിഷ് ആണെന്ന് കാണിക്കാൻ വേണം, അല്ലേ? എന്തായാലും കുറച്ച് യമനികളുടെ മന്തി കഴിക്കാം. വഴി തെറ്റിയോന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, നടക്കാലോ. നട്ടുച്ച വെയിലത്തിൽ നടക്കുന്നതിനെ പറ്റി എനിക്കൊരു നല്ല അഭിപ്രായവും ഇല്ല. ഇവിടുത്തെ കടകളൊക്കെ പൊളിക്കണമെന്ന് തോന്നുന്നു. ഇവിടെ യമനി മന്തി ഉണ്ടാകുന്നു ഇപ്പോൾ. കഴിഞ്ഞ ദിവസം പിന്നെ വന്ന് കഴിച്ചു ഞങ്ങള്. ഇല്ല, ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചേ. അങ്ങനെ ഇതിനകത്താണ് നമ്മൾ വന്നിരുന്നത്. ഇത് പുള്ളിക്കാരി നേരത്തെ വന്ന് തിന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. തിന്നിട്ടുണ്ടോന്നൊന്നും പറയില്ല, ഞാൻ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഓ പരിഷ്കാരിയല്ലേ. നമ്മൾ ബുക്ക് എടുത്തിരിക്കുകയാണ്. ബുക്ക് സ്പൈസി മന്തി ചിക്കൻ മന്തി സ്പൈസി മന്തി സ്പൈസി ചിക്കൻ മന്തി. ഓക്കെ, സ്പൈസി ചിക്കൻ മന്തി നമ്മളിവിടുന്ന് കഴിക്കൂല. കൊണ്ടുവന്നു ഓൾറെഡി. എന്താണ് എണ്ണ കലക്കി ഒഴിച്ച് താങ്ക് യു. ഇത് നോക്കിയേട്ടെ, ഇതെന്താ സാധനം? ഇവിടെ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ് ഗായ്സ്. ഭയങ്കര ടേസ്റ്റാ. എന്നൊക്കെയാണ് വെപ്പ്. എൻ്റെ കൈ കണ്ടോ ഗായ്സ്? നീ അങ്ങോട്ടൊന്ന് മാറ്റി പിടിക്കൂ.
എന്ത് ഒന്നും വരുന്നില്ല. വീണ്ടും ഒന്ന്. ഇതെങ്ങാനുണ്ട് എന്റെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ. കൊള്ളാം കേട്ടാ. അതല്ല ഞാൻ പറഞ്ഞ കുറച്ച് ലെമൺ അടിപൊളിയാണ് ഗായ്സ് ഈ സാധനം. രസമുണ്ടോ മറ്റേ സാധനം ഇട്ടിട്ട്? അടിപൊളി. പക്ഷെ അവരൊരു പീസ് പോലും ഇട്ടില്ല. 27 രൂപയ്ക്ക് ഇനി ഇപ്പോൾ ആട് ഫുള്ളായിട്ട് തരുമോ? ആടിൻ്റെ ഒരു ചെറിയ പീസ് തരുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ആട്ടല തന്നിട്ടുണ്ട്, ആട്ടല. നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. കിട്ടിയ മസാലയിൽ ഇത് കഴിച്ചില്ലെന്ന് തോന്നണല്ലേ അന്ന് വന്നപ്പോൾ. 2 plates. 2 plates അല്ല. ഓക്കെ. എന്തോന്ന് ഇതിൽ തന്നെ കഴിക്കല്ലേ? പ്ലേറ്റ് വേണ്ടല്ലേ? ഞാൻ എങ്ങനെ കഴിക്കാമെന്നാ? ഇതിങ്ങോട്ട് ഒഴിക്കും കുറച്ച്. മറ്റ് കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇതിനെ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇവരാണ് ആദ്യമായിട്ട് മന്തി, യമനികളാണ് മന്തിയുടെ കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നാണ് പറയണം. ബട്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല. ബട്ട് നമുക്കിതെടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അവിടെ വെച്ച സൈഡിൽ എടുക്കണ്ട. പ്ലേറ്റ് വേണ്ടായിരുന്നു. ഓ, പൊളിഞ്ഞ സാധനം. ഈ സാധനം ഉണ്ടല്ലോ, ഇത് അടിപൊളി കേട്ടാ. ഇത് കൊള്ളാം. ഈ ചിക്കൻ്റെ ഇതും കൊള്ളാം. സോ ഞാനിതൊന്ന് കഴിക്കട്ടെ. വരാം അല്ലേ? പോയി ഞാനങ്ങനെ ഫിനിഷ് ചെയ്ത് ഒരു സൈഡായി ഇതായിരിപ്പുണ്ട്. ഒരു സൈഡായി സംഭവം കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ മോനെ സൂപ്പർ കേട്ടാ. ഞാൻ വിചാരിച്ച കണക്കല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഫെയിലാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഫെയിലായില്ല. സജഷൻ കൊള്ളാം. ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയണം. ഉള്ളതുള്ളത് ലൊക്കേഷനൊക്കെ ഞാൻ താഴെ ടാഗ് ചെയ്തിരിക്കുക. ഒരു പെപ്സി കുടിച്ച് അതിൻ്റെ ഒരു ആഘാതമാണ് ആ കാണുന്നത് നിങ്ങൾ. ഇത് സൂപ്പർ സാധനമാണ്. ഈ പച്ചല ഇതിൻ്റെ പേരെന്താ അറിയോ? ഭയങ്കര നല്ലതാ. താക്കത്തുവാനായി. കുറച്ച് ലെമൺ എത്തി കൂടിപ്പോയി. ഇതെനിക്ക് അറിയുന്നുണ്ട്. ഞാൻ മാറ്റി വെച്ച സാധനമാണ്. ഞാനൊരു കഷ്ണം നേരത്തെ കഴിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ ബാക്കി അതിൽ കൊണ്ടുവച്ചു. അതെടുത്ത് കൊണ്ട് വാവ് നല്ല സാധനം. എന്നെ ഹൈപ്പ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. എന്നെ ഹൈപ്പ് ചെയ്യാനുള്ളതല്ല. പക്ഷെ വരുമ്പോൾ പ്രേക്ഷകർ എന്നെയാണ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാൻസ് കാരണം മനുഷ്യന് നടക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. പുറത്തിറങ്ങുമ്പോഴത്തേന് ഫാൻസ് വരും. നാട്ടിൽ പോകണതിൻ്റെ പ്രയാസമാണോ? നിർത്തിപ്പോയില്ലേ? ഇപ്പോൾ കരയും. ഇപ്പോൾ കരയും. നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ ഇരിക്കണമെന്ന്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ നമ്മൾ ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണതാണ്. ഉച്ചയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ട് ഇപ്പോൾ എവിടെ നിൽക്കണമെന്നുള്ളത് ഞാൻ ഈ കറി ഉണ്ടാക്കട്ടെ. ഇതുണ്ടാക്കിയിട്ട് വരും വരയ്ക്ക് നിങ്ങൾ പോയിട്ട് മറ്റേ ഞാൻ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാകാൻ വേണ്ടി അത് കണ്ടിട്ട് അല്ലെങ്കിൽ ചേച്ചി വീട്ടിൽ കൊണ്ടാക്കി പുള്ളിക്കാരി. എന്നിട്ട് ഞാൻ റൂമിൽ പോയി ഫ്രഷായി. എന്നിട്ട് ഞാൻ നേരെ വന്നതാണ് യൂണിസാറ്റിലേക്കാണ്. അപ്പോൾ ചെക്കന്മാരെല്ലാം അലയിലിൽ പോയി. എല്ലാവരും അലയിലുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ബോട്ടിൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു. പിന്നെ അനിയന് ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റൊന്നും നമ്മൾ അവന്മാർക്ക് നടത്തിയിട്ടില്ല, ചെക്കന്മാർക്ക്. അപ്പോൾ എന്ത് വിചാരിച്ചു ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ നേരെ യൂണിസാറ്റിൻ്റെ അവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് ബോട്ടിൽ വാങ്ങിച്ചിട്ട് നേരെ അവന് ഡ്രസ്സ് എടുക്കാൻ പോകണം അനിയനെ. അപ്പോൾ ഞാൻ ബോട്ടിൽ വാങ്ങിയിട്ട് വരാം. അവിടെ വീഡിയോ അല്ല അവിടെ അല്ല. ഞാനങ്ങനെ ബോട്ടിൽ വാങ്ങി കേട്ടോ. വാങ്ങിച്ചത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യംസാണ് വാങ്ങിച്ചത്. വില്യംസിൻ്റെ 3 ബോട്ടിലുള്ള വാങ്ങിച്ച്.
120 ദറംസായി. ഇവിടുത്തെ ഒരു ഇന്ത്യൻ മണി ഒരു 3500 കൂടുതൽ വരും ഇന്ത്യൻ മണി. സോ ഇനി അവനൊരു ഡ്രസ്സ് എടുക്കാൻ പോകണം ചെക്കനെ. അപ്പം അവൻ്റെ ട്രീറ്റും ആവില്ല. അവൻ ജോലി കിട്ടിയിട്ട് ചെക്കന്മാർക്കൊന്നും ട്രീറ്റൊന്നും ചെയ്തില്ല. അപ്പം അത് ഇതിൽ സെറ്റാവും. അവർക്കൊരു 3 ബോട്ടിൽ അവരും സന്തോഷം. വീക്കെൻഡ് ദിവസം ഞാനും സന്തോഷം. ഞാനും മദ്യപിക്കില്ല. ഞാൻ സിറ്റി സെൻറ്ററിൽ വന്നിട്ട് ഇവനെ കുറച്ച് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ നേരെ വന്നത് സിറ്റി സെൻറ്ററിൽ അടുത്തുള്ള ഇവിടെ ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ട് നോക്കാം. കൊള്ളാമല്ലേ? നമ്മളൊരു പാൻറ്റും ഒരു ടീഷർട്ടും എടുത്ത് ജോർദാനിയുടെ അപ്പോൾ അത് ഇപ്പോൾ വില കുറവായിരുന്നു കേട്ടോ. 142 ആയോണ്ട് ഒരു പാൻറ്റും ഒരു ടീഷർട്ടും കൂടി ഒക്കെ വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് അലയനിലേക്കാണ്. സോ ബൈ ദ ബൈ ഇതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? നല്ല ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല പ്രൈസിന് എടുക്കാൻ പറ്റി. 142 ജോർദാനിയൊക്കെ നല്ല ഭയങ്കര കുറവാണ്. സോ ബൈ ദ വൈ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അലയനിലെത്തി താണ്ട് ഫുഡൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. മീൻ ഫ്രൈ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ. ചെക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട് ലീവായിട്ട്. അപ്പം ചെറുക്കന് ഡ്രസ്സൊക്കെ എടുത്ത് അവനെയും കൂട്ടിയിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. നമ്മൾ എത്തിയപ്പോൾ തന്നെ 11:45 സമയമായി. അപ്പോഴത്തേക്ക് ഇവർ ഫുഡൊക്കെ ഏകദേശം റെഡിയാക്കി തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൈയും ആയിട്ടുണ്ട്, പിന്നെ ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. ചപ്പാത്തി വാങ്ങിച്ച് ചിക്കൻ ഇവിടെ വെള്ളത്തിൽ ഇട്ടിരിക്കണേ. മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തരാം. നമ്മുടെ ചെക്കന്മാരൊക്കെ ഇവിടെയൊക്കെയാണ്. ബാസി കണ്ണൻ്റെ ഒരേ ഒരു ശിഷ്യൻ. പിന്നെ നമ്മളെ ചെറുക്കൻ്റെതാവുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ വിട്ടു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു. അപ്പോൾ കണ്ണൻ ഇവിടെ ഉണ്ട്. നത്ത് നമ്മുടെ എല്ലാമായ നത്ത് ശാസ്ത്രോട്ടത്തെ ഒരേ ഒരു ഡോൺ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പാക്കര അവിടെ ഇരിക്കുന്നത്. വാട്ടി ഇപ്പം നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. കളിക്കൂട്ടുകാരനെ ചുമന്നിരിക്കുന്നു പഴുത്ത്. എങ്ങനെയുണ്ട് ഇത്? വല്ല പറയട്ടെ. നിങ്ങൾ ഈ മറ്റേ അഭിനയിക്ക് കണക്കിരിക്കുന്ന എല്ലാണോ? ഫുള്ള് സൈലന്റ്. സോ ഗൈസ്, ചെക്കന്മാരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇനി ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഞാൻ വന്നപ്പോഴേക്ക് തന്നെ ഒരുപാട് ലേറ്റായി. ഇനി നമ്മളെ പരിപാടിയിലേക്കൊക്കെ കടന്ന് ഞാനിനി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ എഴുന്നേൽക്കണം. സോ നമ്മളെ ഓട്ടം നടത്തം 2-3 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലീവിൻ്റെ കാരണം കൊണ്ട്. സോ ബൈ ദ ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് ബെല്ലൈക്കണം കൂടി അമർത്തുക. ഇതേ കണക്ക് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.